ഹായ് ഓൾ. ഇന്ന് നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റാങ്കിങ് ആൻഡ് ഓർഡറിങ്ങിൻ്റെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാങ്കിങ് എന്ന് പറയുന്നൊരു സെക്ഷൻ നോക്കിയായിരുന്നു, റാങ്കിങ് ആൻഡ് ഓർഡറിങ് പാർട്ട് 1. അതിൽ നമ്മൾ സീക്വൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നോക്കിയത്. സീക്വൻഷ്യൽ എന്താ? സീക്വൻഷ്യൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ പാർട്ട് 1 കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അവിടെ നമ്മൾ സോൾവ് ചെയ്തത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ തന്നിട്ട് അവരിൽ ഏറ്റവും ടോളസ്റ്റ് ആരാണ്, ഷോർട്ടസ്റ്റ് ആരാണ്, അല്ലെങ്കിൽ അതിൽ ഓൾഡസ്റ്റ് ആരാണെന്നൊക്കെയുള്ള കൺസെപ്റ്റായിരുന്നു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനത്തെ കൺസെപ്റ്റ് അല്ല, പകരം നമ്പർ ഓഫ് പേഴ്സൺസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നോക്കാൻ പോകുന്നത്. എത്ര ആളുകളുണ്ട്, അപ്പോൾ ഒരു ഗിവൺ ആയിട്ടുള്ളൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തെ നമുക്കൊരു നമ്പർ ആയിരുന്നില്ല സീക്വൻഷ്യലിൽ കിട്ടുന്നത്. ആരാണ് ടോളർ, എ ഈസ് ടോളർ ദാൻ ബി, അല്ലെങ്കിൽ ബി ഈസ് ഷോർട്ടർ ദാൻ സി, അങ്ങനെയുള്ള ആൻസേഴ്സ് ആയിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഒരു റോ തന്നാൽ അതിൻ്റെ നടുക്ക് എത്ര ആളുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള കേസുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കൂ, പൊസിഷൻ ടെസ്റ്റ് നോക്കൂ, ഞാൻ വായിക്കാവേ. എന്താണെന്ന് നോക്കി. ഇൻ ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ദ പൊസിഷൻസ് ഓഫ് എ പേഴ്സൺ ഫ്രം ഐദർ ഓഫ് ദ ടു എൻഡ്സ് ഓഫ് എ റോ ഈസ് ഗിവൺ. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു റോയിൽ ഒരു പേഴ്സണിൻ്റെ രണ്ട് സൈഡിലെയും പൊസിഷൻ നമുക്ക് തരും. അതായത് നോക്കൂ, ഒരാൾ ലെഫ്റ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ ഉള്ള ഒരു പേഴ്സൺ എവിടെയാണോ നിൽക്കുന്നത് നോക്കും. അതുപോലെ തന്നെ ഒരാൾ റൈറ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ ആ സെയിം പേഴ്സണിൻ്റെ റാങ്ക് എവിടെയാണെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ആളുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റോ മേക്ക് ചെയ്യുന്നത് എത്ര ആളുകളാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറയുന്നതിനേക്കാട്ടും നല്ലത് ഓരോ ക്വസ്റ്റ്യനിലുമുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്രോബ്ലം നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, നോക്കൂ. ഇൻ എ റോ സോനൽ ഈസ് 12th ഫ്രം ലെഫ്റ്റ്. ഓക്കെ, മിസ് വരയ്ക്കാം. അതായത് ഇതൊരു റോ ആണെന്ന് മക്കൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റോയിൽ എന്താണ് നോക്കൂ, സോനൽ എന്ന് പറയുന്ന കുട്ടി 12th ഫ്രം ലെഫ്റ്റ്, അതായത് ലെഫ്റ്റിൽ നിന്ന്, ഇതാണ് മിസ്സിൻ്റെ ലെഫ്റ്റ് കേട്ടോ, ഇത് മിസ്സിൻ്റെ റൈറ്റ്. അപ്പോൾ സോനൽ എന്ന് പറയുന്ന കുട്ടി റോയിൽ എന്താണ്, ലെഫ്റ്റിൽ അവളുടെ റാങ്ക്, അല്ലെങ്കിൽ അവൾ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 12ാമത്തെയാണ്. അതേസമയം ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ എണ്ണി വരുവാണ്, അതായത് റൈറ്റിൽ നിന്ന് എണ്ണി വന്നപ്പോൾ അവളുടെ അല്ലെങ്കിൽ സോനലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 6th പൊസിഷനാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ ദ റോ, അങ്ങനെയാണെങ്കിൽ എത്ര ആളുകൾ കാണും ഈ റോയിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ജനറലി നമ്മൾ ചിന്തിച്ച് നോക്കുവാണെങ്കിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുക, സോനൽ 12ാമത്തെ പൊസിഷനാണ് ലെഫ്റ്റിൽ നിന്ന് നിൽക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവൾക്ക് മുമ്പേ എത്ര പേര് കാണും, 11 പേര് കാണും. 1 2 3 4 5 6 7 8 9 10 11 കഴിഞ്ഞ് 12ാമതാണ് നമ്മുടെ സോനൽ നിൽക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ. ഓക്കെ, അതേസമയം റൈറ്റിൽ നിന്ന് എണ്ണി വരുമ്പം 6ാമതാണ്. അപ്പോൾ അവൾക്ക് ശേഷം ബാക്കി എത്ര പേരുണ്ട്, 5 പേരില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്താ, ഇതിനൊരു ബേസിക് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു വെക്കണം. അതാണ് നോക്കിക്കേ, ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെ കാണാൻ പറഞ്ഞാൽ ലെഫ്റ്റ് റാങ്ക് പ്ലസ് റൈറ്റ് റാങ്ക് -1 ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പം നമ്മളോട് ഈ സെയിം ക്വസ്റ്റ്യൻ പറയാണ്, സോനൽ ടോപ്പിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ടോപ്പിൽ നിന്ന് എണ്ണി വന്നപ്പോൾ അവളുടെ റാങ്ക് ഒരു റാങ്കായിരുന്നു, ഇപ്പോൾ R1 എന്ന് മിസ് കൊടുത്തു. ഇനി ഒരാൾ ബോട്ടത്തിൽ നിന്ന് എണ്ണി വന്നപ്പോൾ സോനലിൻ്റെ റാങ്ക് R2 ആണെങ്കിൽ ഈ റോയിൽ എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ ടോപ്പ് റാങ്ക് പ്ലസ് ബോട്ടം റാങ്ക് -1 ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുത്തോണേ, ഈ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കണം. ഇനി ഒരു കേസും കൂടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരാളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, സോനൽ, അതായത് ഒരാളുടെ കാര്യം പറയുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോനൽ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ ആ പുള്ളിക്കാരി നിൽക്കുന്ന ലെഫ്റ്റ് റാങ്ക് പ്ലസ് റൈറ്റ് റാങ്ക് -1. ഒരാൾ ലെഫ്റ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ ഓൾ ഒരിടത്ത് നിൽക്കുന്നു, ഒരാൾ റൈറ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ അപ്പോൾ അത്രയും ആളുകൾ കാണും. അപ്പം ലെഫ്റ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ ഒരു പൊസിഷൻ, റൈറ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ വേറൊരു പൊസിഷൻ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് എണ്ണി വരിക എന്ന് വെച്ചാൽ 1 2 3 എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എണ്ണി വരിക, റൈറ്റിൽ നിന്ന് എണ്ണി വരിക എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരാൾ 1 2 3 എന്ന് പറഞ്ഞ് എണ്ണി വരിക.
അപ്പം ഓരോ എന്താണ് നമ്പേഴ്സ് അപ്പം മാറുമല്ലോ 2 സൈഡ് വെച്ചിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇവിടെ ഒന്ന് ചെയ്തേ. അപ്പോൾ നമുക്ക് മിസ് പറഞ്ഞു ടോട്ടൽ കണ്ടുപിടിക്കാൻ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ റോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയാകും? ലെഫ്റ്റ് റാങ്ക് പ്ലസ് റൈറ്റ് റാങ്ക് -1. ലെഫ്റ്റ് റാങ്ക് എന്താണെന്ന് നോക്കൂ, 12 പ്ലസ് 6 -1 എത്രയാണെന്ന് നോക്കൂ. ഈ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഉണ്ടോ? 12 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 18 അല്ലേ. ഇപ്പോൾ 18 -1 എന്ന് പറയുന്നത് എത്രയാടാ? 70. എത്രയാണ്? 70. മനസ്സിലായോ? അപ്പം 12 പ്ലസ് 6 -1, 18 -1 എന്ന് പറയുന്നത് 70. അപ്പോൾ ആൻസർ 70. മനസ്സിലായോ? അപ്പോൾ സോനലിൻ്റെ ലെഫ്റ്റിലുള്ള പൊസിഷനും റൈറ്റിലുള്ള പൊസിഷനും തന്നാൽ ആ റോയിൽ എത്ര നമ്പർ ഓഫ് ആൾക്കാർ ടോട്ടൽ ഉണ്ട് എന്ന് ഉള്ള ക്വസ്റ്റ്യനിലുള്ള കൺസെപ്റ്റാണ് ഇപ്പോൾ ക്ലിയർ ആയിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് കണ്ടോ, ഇതാണ് കേട്ടോ മിസ് എഴുതിയേക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ചെയ്തേക്കുവാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അതും ഈ കൺസെപ്റ്റ് തന്നെയാണ്, കുറച്ചൊരു വ്യത്യാസം ഉള്ളൂ. നോക്കിക്കേ, ഇൻ എ ക്ലാസ് ഓഫ് 1 മിനിറ്റ്. ഓക്കെ, ഇൻ എ ക്ലാസ് ഓഫ് 45 സ്റ്റുഡൻസ്, അപ്പം 45 കുട്ടികളുള്ള ഒരു ക്ലാസ്സാണ്. എ ബോയ് ഈസ് റാങ്ക്ഡ് 20th. അപ്പോൾ 45 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു ബോയുടെ റാങ്ക് എന്ന് പറയുന്നത് 20ആണ്. അപ്പോൾ മിസ് ഇങ്ങനെ പറയാണ്, ഇത് മൊത്തത്തിൽ ടോട്ടൽ പറഞ്ഞാൽ 45 കുട്ടികളുണ്ട്. നമ്മുടെ ബോയ്ക്ക് കിട്ടിയേക്കണ റാങ്ക് 20ആണ്. അപ്പം അവൻ 20ാമത്തെ റാങ്കിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ടോട്ടൽ 45ആണ്. ഓക്കെ, വെൻ ടു ബോയ്സ് ജോയിൻഡ്. ഇനി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ക്ലാസ്സിലേക്ക് 45 എന്നുള്ള ക്ലാസ്സിലേക്ക് 2 ബോയ്സും കൂടെ ജോയിൻ ചെയ്തു. അപ്പം 47 ആയില്ലേ സ്ട്രെങ്ത് മാറി. അപ്പോൾ സ്ട്രെങ്ത് മാറിക്കഴിഞ്ഞപ്പോൾ ഹിസ് റാങ്ക് വാസ് ഡ്രോപ്ഡ് ബൈ 1. എന്ന് വെച്ചാൽ 20 എന്നുള്ള അവൻ്റെ റാങ്ക് ഡ്രോപ്പായി എന്ന് വെച്ചാൽ അവൻ വീണ്ടും പുറകിലേക്ക് പോയി. ഓക്കെ, ബൈ 1 പുറകിലേക്ക് പോയി. വാട്ട്സ് ദ ന്യൂ റാങ്ക് ഫ്രം ദ എൻഡ്. അങ്ങനെയാണെങ്കിൽ അപ്പം ഫ്രണ്ടിൽ നിന്നുള്ള അവൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 21 അല്ലേടാ. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് അങ്ങനെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ചോദിച്ചേക്കുന്നത് നോക്ക്, ന്യൂ റാങ്ക് ഫ്രം ദ എൻഡ്. അതായത് എൻഡിൽ നിന്ന് ഒരാൾ എണ്ണി തുടങ്ങുവാണെങ്കിലുള്ള ആ കുട്ടിയുടെ റാങ്ക് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഒന്നുകൂടെ നോക്കിക്കേ, എന്താ മിസ് പറഞ്ഞേ? 45 കുട്ടികളുള്ളൊരു ക്ലാസ്, നമ്മുടെ ബോയ്ക്ക് 20ആണ് റാങ്ക്. അപ്പോൾ ഇങ്ങനെ എണ്ണി തുടങ്ങുമ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് അവൻ്റെ റാങ്ക് 20ആണ്. അങ്ങനെയാണെങ്കിൽ 2 ആൺപിള്ളേരും കൂടെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്ത്, അതിൽ ഒരാൾ നമ്മുടെ ബോയിയെക്കാട്ടിലും കുറച്ചുകൂടെ പഠിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അവൻ്റെ റാങ്ക് 20ലേക്ക് വന്നു. അപ്പം നമ്മുടെ ബോയുടെ റാങ്ക് ഇപ്പോൾ എത്രയിലോട്ട് വന്നു? 21ലേക്ക് വന്നു. അടുത്ത ബോയുടെ റാങ്ക് എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? ബാക്കിൽ നിന്ന് എണ്ണി വരുമ്പോൾ ഉള്ള നമ്മുടെ ബോയുടെ ഇപ്പോഴത്തെ റാങ്ക് എത്രയാണ്? അത് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് വിചാരിച്ചേ, അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതിയായിരിക്കും? അതായത് 1 ആണ് ഡ്രോപ്പ് ആയിട്ടുള്ളത്. അതായത് 45 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ബോയുടെ റാങ്ക് കണ്ടുപിടിച്ചിട്ട് +1 ചെയ്താൽ മതിയല്ലോ അവൻ്റെ ഇപ്പോഴത്തെ റാങ്ക് പുറകിൽ നിന്ന് കാണാൻ. മനസ്സിലായോ? ഒന്ന് നോക്കിക്കേ, ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടലായിട്ട് എത്ര പേഴ്സൺസ് ഉണ്ടെന്നറിയാൻ ലെഫ്റ്റിൽ നിന്നുള്ള റാങ്ക് പ്ലസ് റൈറ്റിൽ നിന്നുള്ള റാങ്ക് -1 ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ കേസ് മിസ് എടുക്കുക. 45 പേരുണ്ടായിരുന്നു. അപ്പം ബോയുടെ റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നല്ലേ 1 2 3 എന്ന് പറയുന്നത് 20. അപ്പോൾ 20 ആണ്. പ്ലസ് റൈറ്റിൽ നിന്നുള്ള റാങ്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് മിസ് 6 എന്ന് തന്നെ ഇട്ടു, -1. ഓക്കെ, അപ്പോൾ 45 = 20 - 1 എത്ര? 19 + 6 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ അയ്യോ മൊത്തം പോയോ? ഓക്കെ, നോക്കിക്കേ, 45 എന്താടാ? 45 20 + 6. റൈറ്റിലെ നമുക്കറിയത്തില്ല, -1. 45 19 + 6. അങ്ങനെയാണെങ്കിൽ 6 എന്ന് പറയുന്നത് 45 - 19 അല്ലേ. +19 ഇപ്പുറത്ത് പോയാൽ
മൈനസ് ആവും. അപ്പോൾ 45 മൈനസ് 90 എന്ന് പറയുന്നത് റാങ്ക് ഈസ് ഈക്വൽ ടു 26. അതായത് മിസ്സ് പറഞ്ഞത് 45 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നപ്പോൾ ഓൻ്റെ റാങ്ക് 26. പുറകിൽ നിന്ന് എണ്ണി തുടങ്ങുമ്പോൾ റൈറ്റിലെ റാങ്ക് എന്ന് പറയുന്നത് 26. അങ്ങനെയാണെങ്കിൽ 2 കുട്ടികൾ വന്നപ്പോൾ ഓൻ്റെ റാങ്ക് 1 ഡ്രോപ്പ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 26 + 1. എന്നാൽ ഇപ്പോൾ അവൻ്റെ റാങ്ക് എത്രയാണ്? 27. 1 ഡ്രോപ്പ് ചെയ്തെന്ന് വെച്ചാൽ അവൻ പഠിക്കുന്നത് വീണ്ടും താഴേക്ക് പോയി. മനസ്സിലായോ? അപ്പം നേരത്തെ 26 ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ റാങ്ക് എത്രയായി? 27 മനസ്സിലായോ? അത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതും നമ്മൾ ഏത് കൺസെപ്റ്റിലാടാ പഠിച്ചത്? ഈ കൺസെപ്റ്റിൽ തന്നെ ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ തെറ്റിപ്പോകാനുള്ള ചാൻസ് എന്താണെന്ന് വെച്ചാൽ 45-ന് 2 കുട്ടികൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടൽ 47 ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും 2 ആ റാങ്കിനെ കുറയ്ക്കരുത്. അതായത് നേരത്തെ 26 ആയിരുന്നു, ഇപ്പോൾ 28 അത് കുറയ്ക്കരുത്. കാരണം ഒരു കുട്ടി മാത്രമേ അവനെക്കാട്ടിലും നന്നായിട്ട് പഠിക്കുന്നേ ഉള്ളൂ, മറ്റേത് അവനെക്കാട്ടിലും പുറകിൽ തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ +1, അപ്പോൾ 27. ഇനി 2 കുട്ടികളും പഠിച്ചിരുന്നെങ്കിൽ അവൻ്റെ റാങ്ക് 28 അല്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് ഇങ്ങനെയും ചെയ്യാം. ഇതിങ്ങനെ എഴുതി വേണമെങ്കിൽ നോക്കിക്കോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ സിമ്പിൾ രീതിയിൽ ഇത് ചെയ്യാം. ഓക്കെ, അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു എഴുതിയേക്കുന്നത്. ഏതായാലും മിസ്സ് പറഞ്ഞതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഗേറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ. ഇതൊക്കെ CSIRൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത പാർട്ടായിട്ട് ഞാൻ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സോറി. ഓക്കെ, Ankit ranks 16th from the top and 15th from the bottom in a certain exam. How many students are there in his class? So simple അല്ലേ? തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതിങ്ങനെ പോസ് ചെയ്ത് വെച്ചിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? അൻകിത് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അൻകിതിന് 16ാമത്തെ റാങ്കാണ്. അതായത് ടോപ്പിൽ നിന്ന് ഒരാൾ എണ്ണി വരുമ്പോൾ ഓൻ്റെ റാങ്ക് 16 കേട്ടോ. ഇനിയും ബോട്ടത്തിൽ നിന്ന് ഒരാൾ എണ്ണി വരുമ്പോൾ ഓൻ്റെ റാങ്ക് 15. അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പ് ടു ബോട്ടം എത്ര സ്റ്റുഡൻസ് ആ എക്സാം ഹാളിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്, എങ്ങനെ അറിയാൻ പറ്റുമോടാ? ടോട്ടൽ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റിലെ അല്ലല്ലോ ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ ടോപ്പല്ലേ? ഓക്കെ, ടോപ്പിലെ റാങ്ക് പ്ലസ് ബോട്ടത്തിലെ റാങ്ക് -1. ടോപ്പിലെ എത്രയുടെ റാങ്ക്? 16 + 15 -1. ചെയ്ത് നോക്കൂ, എത്രയാണെന്ന് ചെയ്ത് നോക്കൂ. 16 + 15 എന്ന് പറയുമ്പം 31 അല്ലേ? -1 ആകുമ്പോൾ 30 അല്ലേ? മനസ്സിലായോ? ആൻസർ നോക്കട്ടെ. ഓക്കെ, 30. ആൻസർ നോക്കൂ, 30. അപ്പം നമ്മൾ സിമ്പിൾ കൺസെപ്റ്റിലാണ് ഇത് ചെയ്തത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ റാങ്ക് ഭയങ്കരമായിട്ട് എന്തോ ബ്രില്യൻ്റായിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യണം. വിഷ്വലൈസേഷൻ ഈസ് ദ കീ ഫോർ ദിസ് എന്ന് നമുക്ക് പറയാം. എന്നാലും ഭയങ്കര ഒരു കടമ്പയൊന്നും കടക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വന്നാൽ നമുക്ക് വി ക്യാൻ ഏബിൾ ടു സോൾവ് ഇറ്റ് അല്ലേ? ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എല്ലാ ക്വസ്റ്റ്യൻസും പക്ഷേ ഇങ്ങനെ സിമ്പിളല്ല. കാരണം ഇങ്ങനത്തെ ഉള്ള കൺസെപ്റ്റ് പഠിച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുക? മീന റാങ്ക്സ് 3rd from the top. Okay, so, and total number of students in the class are 28. Then find the rank of Meena from the bottom. Okay, so ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മീന റാങ്ക്സ് 3rd from the top. അതായത് മിസ്സ് പറയാണ്, ടോപ്പിൽ നിന്ന് മീന എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് 3rd റാങ്കാണ് കിട്ടിയേക്കണത്. ആൻഡ് ടോട്ടൽ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 28 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബോട്ടത്തിൽ നിന്ന് ഒരാൾ എണ്ണിപ്പോയാൽ മീനയുടെ റാങ്ക് എത്രയായിരിക്കും? ഇത് നേരത്തെ കൺസെപ്റ്റ് തന്നെയല്ലേ, ഒന്ന് തിരിച്ച് എഴുതിയേക്കുന്നതെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കൂ. എന്താണ് ഇവിടെ പറഞ്ഞേക്കണത്? നോക്ക്, ടോപ്പിലെ മീനയുടെ റാങ്ക് തന്നിട്ടുണ്ട്, ടോപ്പ് റാങ്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. 3rd അല്ലേ?
ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 28. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ റാങ്ക് ഓഫ് മീന ഫ്രം ദി ബോട്ടം, ദാറ്റ് ഈസ് റാങ്ക് ഫ്രം ബോട്ടം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വി നോ ദാറ്റ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു ടോപ്പ് റാങ്ക് പ്ലസ് ബോട്ടം റാങ്ക് -1. ഇതൊന്ന് എഴുതിക്കുക, നേരത്തെ കൺസെപ്റ്റ് തന്നെ. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു ദർ ടോപ്പ് റാങ്ക് പ്ലസ് ബോട്ടം റാങ്ക് -1. ഓക്കെ, സോ ഇവിടെ തന്നേക്കുന്നത് എന്താണ്? ടോട്ടൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 28, ആൻഡ് ടോപ്പ് തന്നിട്ടുണ്ട് 3 പ്ലസ് ബോട്ടം ആണ് കണ്ടുപിടിക്കേണ്ടത് -1. ദാറ്റ് ഈസ് 28 ഈക്വൽ ടു 3 - 1 ഈസ് 2 പ്ലസ് ബി, ദെൻ ബി ഈക്വൽ ടു 28 - 2 ദാറ്റ് ഈസ് 26. അപ്പോൾ 26 അല്ലേ ആൻസർ? നോക്കട്ടെ, യാ 26 ഇസ് ദ ആൻസർ. അപ്പോൾ 26 എങ്ങനെ വന്നേ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ സിമ്പിൾ കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇത്രയും കൊണ്ടുവന്നത്. ടോട്ടൽ ഈക്വൽ ടു ടോപ്പ് റാങ്ക് പ്ലസ് ബോട്ടം റാങ്ക് -1. ഓക്കെ, സോ ഹിയർ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ബോട്ടം റാങ്ക് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആൻഡ് ദെൻ വി ഫൈൻഡ് ഇറ്റ്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, ദിസ് ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്, ഐ ഹോപ്പ്. ഓക്കെ, സോ നോക്കൂ, ഇൻ എ റോ ഓഫ് 53 പേഴ്സൺസ്. അപ്പോൾ 53 പേഴ്സൺസ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് തന്നിട്ടുണ്ടടാ, ദാറ്റ് ഇസ് 53. 53 ആൾക്കാരുണ്ട്. സോണിയ ഈസ് 14th ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോ. ഇതാണ് മിസ്സിൻ്റെ ലെഫ്റ്റ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? 14ാമതാണ് സോണിയ നിൽക്കണത്. ആൻഡ് ശിവം ഈസ് 20th ഫ്രം റൈറ്റ് എൻഡ്. ഇനിയും ഇത് മിസ്സൊന്ന് മാറ്റിക്കോട്ടെ, ഇത് ടോട്ടലാണ് 53. ഓക്കെ, ഇനി നോക്കൂ, എന്താണ്? ശിവം എന്ന് പറയുന്നത് 20ാമതാണ് ശിവം, അതായത് റൈറ്റിൽ നിന്ന് 20ാമതാണ് ശിവം നിൽക്കണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഓക്കെ സിറ്റിംഗ് ബിറ്റ്വീൻ ദം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കുമോ? ഓക്കെ, നോക്കിക്കോ. ഒന്നുകൂടെ മിസ് വൃത്തിക്ക് ഇതൊന്ന് എഴുതാം കേട്ടോ, അപ്പോഴത്തേക്കും ചെയ്ത് നോക്കൂ. ഒരു റോ, അതിൽ സോണിയ നിൽക്കുന്നത് 14ാമതാണ്, അതായത് ലെഫ്റ്റിൽ നിന്ന്. ഇനിയും കുറച്ച് പേര് റൈറ്റിൽ നിന്ന് ആൾക്കാരെ എണ്ണി വന്നപ്പോൾ ശിവം റൈറ്റിൽ നിൽക്കുന്നത് എത്രാമതാണ്? 20ാമതാണ് ശിവം നിൽക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മിസ്സിന് അറിയേണ്ടത് എന്താണെന്ന് നോക്കിക്കേ, ഇവരുടെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എഴുതി പോകണം കേട്ടോ സൈഡിൽ. ഒന്നാമത് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? റാങ്ക് തന്നിട്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ, സെയിം ഇൻഡിവിജ്വലിൻ്റെ റാങ്ക് തന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ആ റോയിൽ അല്ലെങ്കിൽ ആ ഹാളിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരുണ്ടെന്ന് ചോദിക്കുന്ന കൺസെപ്റ്റ് നമ്മൾ കണ്ടു. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെയും ഒരു പർട്ടിക്കുലർ റാങ്കും തന്നിട്ട് അടുത്ത റാങ്ക് ആ സെയിം ആളുടെ തന്നെ, അതാണ് സ്ട്രെസ് ചെയ്ത് ഞാൻ പറയുന്നത്, സെയിം ആളുടെ തന്നെ അടുത്ത റാങ്ക് കണ്ടുപിടിക്കുന്നതും നമ്മൾ കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, 2 ഡിഫറെൻ്റ് ആൾക്കാരുടെ റാങ്ക് തന്നിട്ട് അവരുടെ രണ്ടിൻ്റെ ഇടയിൽ എത്ര പേരുണ്ട്, മാത്രമല്ല ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെയും തന്നിട്ടുണ്ട്. അതായത് ഒരു റോയിൽ ടോട്ടൽ നമ്പർ എത്ര ആൾക്കാരുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്, 2 ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽസിൻ്റെ റാങ്കും തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എത്ര പേരുണ്ട്. സിമ്പിളാണ്, ഒന്ന് ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം മിസ് പറയാം എങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ 14 റാങ്ക്, ഇവിടെ 20 റാങ്ക്. എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഞാൻ 20 + 14 ഒന്ന് ചെയ്ത് വെച്ചോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. അതെന്ന് പറയുന്നത് എത്രയാണ്? 34. ഓക്കെ, സോ ഇവരുടെ റാങ്ക് എന്ന് പറയുന്നത് 34. അതായത് ഈ 2 പേരും തമ്മിലുള്ള റാങ്ക് അല്ല, ഇവർ രണ്ടും തമ്മിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് 34. ഓക്കെ, അതായത് 14 20 കൂടെ കൂട്ടുമ്പോൾ 34. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ അഡീഷനാണ് മിസ്സ് തന്നിരിക്കുന്നത്. അതായത് സോണിയയുടെ റാങ്കിൻ്റെയും ശിവൻ്റെ റാങ്കിൻ്റെയും. ശിവം ടോട്ടൽ എത്ര പേരുണ്ടടാ?
53 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരെ കാണാൻ ടോട്ടൽ എത്ര പേരുണ്ട് മൈനസ് ഇവരുടെ രണ്ടിൻ്റെ റാങ്കിൻ്റെ അഡീഷൻ ചെയ്താൽ പോരെ. അപ്പോൾ 53 മൈനസ് 34 എന്ന് പറയുമ്പോൾ 4 3 19 അല്ലേ, 19. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ, കറക്റ്റാണോ എന്ന്. ഓക്കെ, അപ്പോൾ 53 മൈനസ് 34 19. അപ്പോൾ ബിറ്റ്വീനിൽ എത്ര ആൾക്കാരുണ്ടെന്ന് മിസ്സ് മനസ്സിലാക്കിയ 19. ഇത് ശരിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഇവർ രണ്ട് പേരും തമ്മിലുള്ള റാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ടോട്ടലിൽ നിന്ന് ഇവരുടെ രണ്ട് പേരുടെ റാങ്കിനെ നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ, സബ്സ്ട്രാക്റ്റ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഉത്തരം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി. നോക്കൂ, നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ 53 അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ 53 കിട്ടുന്നുണ്ടോ നോക്കിയാൽ പോരെ. അപ്പോൾ നോക്ക്, സോണിയ 14, നമ്മുടെ ശിവം 20. ഇപ്പം നമുക്ക് കിട്ടിയ ഉത്തരം, അതായത് ഇവിടെ രണ്ടിൻ്റെ ഇടയ്ക്ക് 19 പേരുണ്ടെന്നുമാണ് കിട്ടിയത്. നോക്കി, 14 + 20 + 19 എന്ന് പറയുന്നത് 53 കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണ്, 19 എന്ന് പറയുന്നത് കറക്റ്റാണ്. മനസ്സിലായോ? ഇതൊന്ന് ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ കണ്ടോ, നോക്കൂ, ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് വന്നതെന്ന്. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻ എ റോ ഓഫ്, ഇത് സെയിം, ഇൻ എ റോ ഓഫ് 53 പേഴ്സൺസ് ആണ്. വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും 53 ആൾക്കാർ തന്നെ. സോണിയയുടെ പൊസിഷൻ, ലെഫ്റ്റിൽ നിന്ന് സോണിയയുടെ പൊസിഷൻ 34 കേട്ടോ. ഓക്കെ, ഫ്രം ദ ലെഫ്റ്റ്. ആൻഡ് ശിവത്തിൻ്റെ 30 റാങ്ക്, 30. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റിംഗ് ബിറ്റ്വീൻ ദം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ടായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അത് മിസ്സേ നമ്മളിപ്പം ചെയ്തത് തന്നെയല്ലേ ഇത് എന്ന് ചോദിച്ചാൽ ചെയ്ത് നോക്കൂ. 53 ആൾക്കാരുണ്ട്, ടോട്ടൽ 53 ആൾക്കാരുണ്ട്. സോണിയ ഈസ് ഇൻ 34th പൊസിഷൻ ഫ്രം ലെഫ്റ്റ് ആൻഡ് ശിവം ഈസ് ഇൻ ദ 13th പൊസിഷൻ ഫ്രം റൈറ്റ്. ഓക്കെ, സോ മിസ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ 34 ആണ്, ഇവരുടെ രണ്ടിൻ്റെയും റാങ്കിനെ അങ്ങോട്ട് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എത്ര കിട്ടിയടാ, 64 എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് 64 മൈനസ് 53 ചെയ്ത് കഴിഞ്ഞാൽ 11 ആണോ? ഓക്കെ, 11. പക്ഷേ ഇത് പോസിബിൾ ആണോ നോക്കി, ഇത് പോസിബിൾ അല്ല. കാരണം നമ്മുടെ നമ്പർ ഓഫ് ആൾക്കാരെക്കാട്ടിലും ടോട്ടൽ നമ്പർ ആകെ 53 എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ റാങ്ക് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ, ഇവരുടെ രണ്ടുപേരുടെ റാങ്ക് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 64 കിട്ടിയേക്കുന്നു. അപ്പം ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അടുത്ത നിങ്ങൾ എഴുതി വെച്ച് അടുത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന്, കേസ് 2 എങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ റാങ്ക് തരും, അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെയും തരും. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷേ നിങ്ങളപ്പം സൈഡിൽ എഴുതി വെക്കണം, ബട്ട് ഈ രണ്ട് റാങ്കും കൂട്ടുമ്പോൾ കിട്ടുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആളെക്കാട്ടിലും വലുതാണെങ്കിൽ അത് പോസിബിൾ അല്ല. ആ സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനിയും പറയാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത കേസ് ഓഫ് എങ്ങനെയാണ് വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് റാങ്ക് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ടോട്ടൽ ആവുന്ന കേസിൽ, സം ഓഫ് റാങ്ക് ഓഫ് ആൾക്കാരുടേത് ഗ്രേറ്റർ ദാൻ ടോട്ടൽ ആവുന്ന കേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടോട്ടൽ പൊസിഷൻസ് നോക്കണം. ടോട്ടൽ പൊസിഷൻ എന്ന് വെച്ചാൽ ഈ രണ്ടാൾക്കാരുടെ റാങ്കുകൾ തമ്മിൽ കൂട്ടണം. അതേ പ്ലസ് ടോട്ടലായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റുഡൻസ് എത്രയാണെന്ന് നോക്കണം. അതിൽ നിന്ന് ബോത്ത് ആൾക്കാരെ മൈനസ് ചെയ്യണം. മനസ്സിലായില്ലെന്ന് തോന്നുന്നു, മിസ് പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, എന്താ ഇപ്പോൾ പറഞ്ഞത്, കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കിയേ, രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ റാങ്ക് വന്നിട്ട് ബിറ്റ്വീനുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ട് റാങ്കും ആഡ് ചെയ്തിട്ട് ഈ ടോട്ടലും കൊണ്ട് മൈനസ് ചെയ്താൽ മതി. പക്ഷേ ഈ രണ്ട് റാങ്കും ആഡ് ചെയ്യുമ്പോൾ ടോട്ടലിനെക്കാട്ടിലും കൂടിപ്പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ രണ്ട് റാങ്കും ആഡ് ചെയ്ത് അങ്ങോട്ട് എഴുതണം ആദ്യം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ റാങ്ക് 34 + 30. ഇനിയും ടോട്ടൽ ആൾക്കാർ സ്റ്റുഡൻസ് എത്ര ഉണ്ട്, 53. അതിൽ നിന്ന് ശിവത്തെയും സോണിയെയും മൈനസ് ചെയ്യണം. അപ്പോൾ ശിവവും സോണിയും എന്ന് വെച്ചാൽ 2 പേരാണ്. അപ്പോൾ 2 - 2. അപ്പോൾ എത്രയാടാ കിട്ടുന്നത്, 2
34 പ്ലസ് 30 എന്ന് വെച്ചാൽ 64 അല്ലേ. 4 പ്ലസ് 53 മൈനസ് 6. ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിനെ മൈനസ് ചെയ്യാനാണ്. മൈനസ് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. മൈനസ് അല്ല ചെയ്യേണ്ടത്, ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ആഡ് അല്ല കേട്ടോ ചെയ്യേണ്ടത്. നോക്കൂ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊസിഷനെ മൈനസ് ടോട്ടൽ നമ്പർ മൈനസ് ശിവം ആൻഡ് സോണിയ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 64 എന്ന് വെച്ചാൽ എന്താ? റാങ്ക് ഓഫ് ബോത്തിൻ്റെ സം അല്ലേ, സം അഡീഷൻ. ഇതെന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ. ഇവരെന്ന് പറയുന്നത് ശിവത്തിനെയും സോണിയെയും മാറ്റി നിർത്തിക്കൊണ്ട് എന്നുള്ളത്. അവരെ വീണ്ടും കൗണ്ട് ചെയ്യാതിരിക്കാനാണ് -2 ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സെക്ഷൻ ഒന്ന് എഴുതി വെക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വലിനെ തന്നു, റാങ്ക് തന്നു, ഇടയ്ക്കുള്ളവരെ കാണണം. ബട്ട് റാങ്ക് എന്ന് പറയുന്ന ടോട്ടൽ നമ്പറിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ആകെ ഇവരുടെ രണ്ടിനെ റാങ്ക് ആഡ് ചെയ്യുക, അത് എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ, അപ്പോൾ അത് രണ്ടും കൂടെ മൈനസ് ചെയ്തിട്ട് -2 എന്ന് വെച്ചാൽ 2 പേരാണെങ്കിൽ -2. അവരെ കൗണ്ട് ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഓക്കെ, തേണ്ടേ വേറൊരു രീതിയും കൂടെ മിസ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് നോക്കൂ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കുറച്ചും കൂടെ സമയമെടുക്കുക. അതായത് എക്സ് എന്നൊക്കെ എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ അങ്ങനെ ഒരു വേരിയബിൾ ഇല്ലാതെ എത്രയും സിമ്പിളായിട്ട് പറയാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഒറിജിനലി ഇത് വരുന്നതും കൂടെ മിസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക കേട്ടോ. എന്നിട്ട് പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. വേറെ ഇവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ChatGPT എന്ന് പറയുന്ന ഇത് നമുക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് നമ്മൾ പറയുക, ഇന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തരുമോ, വിത്ത് ആൻസേഴ്സ് വേണമെങ്കിൽ ആൻസേഴ്സ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മേക്ക് ഷുവർ ചെയ്യണം അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, സോ യൂസ് യുവർ മൊബൈൽ ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം പ്രിപ്പറേഷനിലെ സമയത്ത് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോണിനെയും യൂട്യൂബിനെയും ഒക്കെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സജഷൻസും കുറച്ചും കൂടെ അതിൽ തന്നെ, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൽ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ശ്രദ്ധയൊക്കെ മാറ്റാതെ ഡിസ്ട്രാക്ഷൻസ് കുറയാനായിട്ട് സഹായിക്കും. അപ്പം ഫോൺ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് തരുമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തരുമോ എന്ന് ചോദിച്ചാൽ അത് തരും. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേടാ. ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ റോ ഓഫ് 17 persons. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലല്ലോ, ഞാനങ്ങ് വരയ്ക്കും കേട്ടോ. ടോട്ടൽ 17 ആൾക്കാരുണ്ട് കേട്ടോ. ദ പൊസിഷൻ ഓഫ് സ്ത്രീ ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോ. ഓക്കെ, സ്ത്രീയുടെ പൊസിഷൻ ലെഫ്റ്റ് സൈഡിൽ 9 ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രം ദ അനദർ സൈഡ്. ക്വസ്റ്റ്യൻ വായിച്ച് നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രം ദ അതർ സൈഡ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സണെ അല്ല ചോദിക്കുന്നത്. ഈ സൈഡിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ എത്ര ആളുകൾ കാണും, മനസ്സിലായോ? ഫൈൻഡ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രം ദ അതർ സൈഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെ തരും, ഒരു സൈഡിൽ നിന്നുള്ള റാങ്കും തരും. അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡിൽ നിന്ന് എത്ര ആളുകൾ കാണും, നമ്പർ ഓഫ് പേഴ്സൺസ് ഫ്രം അനദർ സൈഡ്. അനദർ സൈഡിൽ നിന്ന് എത്ര ആൾക്കാർ കാണും. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയിട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ് ഇത് സോൾവ് ചെയ്യാൻ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നോക്കിക്കേ എന്താ പറഞ്ഞേക്കണത്. ഒരു റോ, അതിൽ ടോട്ടൽ 17 ആൾക്കാരുണ്ട്. ടോട്ടൽ മിസ് പറഞ്ഞു 17 പേരുണ്ട്. ലെഫ്റ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ സ്ത്രീ നിൽക്കുന്നത് 9ാമതാണ് സ്ത്രീ നിൽക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ടോട്ടൽ 17 പേരാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് പേഴ്സൺസ്. ഈ സൈഡിൽ നിന്ന് എത്ര പേര് ഉണ്ട്, ഈ സൈഡിൽ എത്ര പേരുണ്ട് എന്നാണ് കാണേണ്ടത്. അതായത് മൊത്തവും 17 പേരുണ്ട്, 9ാമതാണ് സ്ത്രീ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് എത്ര പേരുണ്ടെന്ന് കാണാൻ 17 പേരുണ്ട്, അതിൽ നിന്ന് 9 കുറച്ചാൽ പോരെ. കാരണം ഇവിടെ വരെ 1 തൊട്ട് 9 വരെ ഉള്ള ആൾക്കാർ ഈ സൈഡിൽ നിന്നു, ബാക്കിയുള്ളവരെയാണ് കാണേണ്ടത്. അപ്പോൾ അത് ടോട്ടലിൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്താൽ ബാക്കിയുള്ളവരെ കിട്ടത്തില്ലേ? സിമ്പിളല്ലേ? അതാണ് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അധികം ആലോചിക്കാൻ പോകരുതെന്ന് നമ്മൾ പറയത്തില്ലേ. അതിൻ്റെ അർത്ഥം ഇതാണ്. കാരണം ഒന്നും കാണത്തില്ല, വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ 8 ഉത്തരം. ഇനി മിസ്സ് 8 ശരിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി മക്കളെ? 17 നമുക്ക് ടോട്ടൽ വേണ്ടത്. 9 നമുക്കുണ്ട്, അതായത് 9 പേര്. റാങ്ക് 9ാമത്തെ റാങ്ക് എന്ന് വെച്ചാൽ പുറകെ 8 പേരുണ്ട്. അപ്പോൾ 9 പ്ലസ് നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം 8 കിട്ടിയത്. അപ്പോൾ 9 + 8 കിട്ടും ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് 17 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. മനസ്സിലായോ? ഓക്കെ, നോക്കിക്കേ. മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഇതിലൊന്ന് നോക്കും, മിസ് എഴുതിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് വരണേന്ന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചല്ലോ. എന്താണ് പറഞ്ഞത്? ഒരു കുട്ടിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ റാങ്ക് തന്നിട്ടുണ്ട്, അവളുടെ ടോട്ടൽ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്നാൽ ബാക്കി ഏത് സൈഡിൽ നിന്നാണെങ്കിലും ബാക്കി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പോൾ അനദർ സൈഡിൽ നിന്ന് ബാക്കി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടോട്ടൽ മൈനസ് അവൾ നിൽക്കുന്ന റാങ്ക് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. സുമൻ ആൻഡ് അക്ഷയ് ആർ സ്റ്റാൻഡിങ് ഇൻ എ റോ ഓഫ് പേഴ്സൺസ്. അപ്പോൾ സുമനും അക്ഷയും കുറേ റാങ്ക് ഓഫ് പേഴ്സൺസിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുവാണ്. സുമൻ എന്ന് പറയുന്നത് 15th ഫ്രം ദ ലെഫ്റ്റ്. സുമൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 15ാമത്തെ റാങ്കാണ് ലെഫ്റ്റിൽ നിന്ന്. ആൻഡ് അക്ഷയുടെ റാങ്ക് എന്ന് പറയുന്നത് 23ാമത്തെ റാങ്കാണ് റൈറ്റിൽ നിന്ന്. ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻ സുമൻ ബിക്കംസ് 28th ഫ്രം ലെഫ്റ്റ്. ഒന്നും ഓർക്കണ്ട, നോക്കിക്കേ എന്താ പറയണേ, ഈ വാക്ക് ശ്രദ്ധിച്ചേ. ഇഫ് ദേ ഇൻ്റർചേഞ്ച്ഡ് ദെയർ പൊസിഷൻ, അതായത് സുമൻ അവൻ്റെ, ഇതിലേതാ സുമൻ? ഒരു മിനിറ്റ്, ഓക്കെ, ഞാൻ തന്നെ ആദ്യം ഒന്ന് ക്ലിയർ ആക്കട്ടെ. സുമൻ ആൻഡ് അക്ഷയ സ്റ്റാൻഡിങ് ഇൻ എ റോ ഓഫ് പേഴ്സൺ. സുമൻ ഈസ് ഓക്കെ. സോ ദിസ് ഈസ് സുമൻ, റൈറ്റ്? 15ാമത്. ആൻഡ് ദിസ് ഈസ് അക്ഷയ്, റൈറ്റ്? ദാറ്റ് ഈസ് ഹീ ഈസ് ഓൺ 23rd. ഓക്കെ, സോ ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദർ പൊസിഷൻ സുമൻ ബിക്കംസ്, അതായത് എന്താ നോക്ക്, സുമൻ അവൻ്റെ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ ഓൻ്റെ സ്ഥാനം 28ആയി. അതായത് 15ൽ നിന്ന് അവൻ്റെ സ്ഥാനം ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എങ്ങോട്ടോ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവർ പറയാണ് ആ ഇൻ്റർചേഞ്ച് ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലെഫ്റ്റിൽ നിന്ന് എണ്ണി വരുമ്പോൾ 15 എന്നുള്ളത് ഇപ്പോൾ അവൻ 28 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂ പൊസിഷൻ ഓഫ് അക്ഷയ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതും ഫ്രം റൈറ്റ് സൈഡിൽ നിന്നുള്ള അക്ഷയുടെ ഇത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു തരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുമൻ, ഓക്കെ, സുമൻ ഓൻ്റെ റാങ്ക് ആദ്യം തന്നിട്ടുണ്ട്. എത്രയാണോ? 15 ഇനിയും ഓൻ എവിടേക്കാണ് പോയത്? 28ാമത്തെ പൊസിഷനിലേക്കാണ്, 28ാമത്തെ റാങ്കിലേക്ക് ഓൻ പോയി. അപ്പോൾ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ എത്ര അവൻ കൂട്ടിയത്? അതായത് 28 - 15 13. അതിൻ്റെ അർത്ഥം 15ൽ നിന്ന് 13 കൂട്ടി ആണ് ഓൻ പോയേക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അക്ഷയും എത്ര തന്നെയായിരിക്കും പോകുന്നത്? അത്ര തന്നെ കൂട്ടിയാൽ മതി. അതായത് അക്ഷയ് ഓൾറെഡി എത്രയിലായിരുന്നു? 23ലായിരുന്നു. അതിൽ 13 കൂട്ടിയാൽ മതിയാകും. അപ്പോൾ എത്രയാടാ? ചെയ്യുമോ? 36ാമത്തെ പൊസിഷനിലായിരിക്കും അല്ലേ? 36ാമത്തെ പൊസിഷനിലായിരിക്കും. ഇത് ശരിക്കും വേറെ രീതിയിൽ ഇതിൻ്റെ കറക്റ്റ് പേഴ്സ്പെക്റ്റീവ് അല്ലെ കൺസെപ്റ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഇമ്പോർട്ടൻസിൽ നമുക്ക് ചെയ്യാം. അത് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ നോട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ എന്ന്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് മിസ് പറഞ്ഞേക്കണത്. ഒരാൾ ഇൻ്റർചേഞ്ച് ചെയ്തു അവൻ്റെ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട്. അപ്പോൾ അതിൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കുക. ആ സെയിം വിധത്തിൽ തന്നെ ആയിരിക്കും അടുത്ത ആളുടെയും ചേഞ്ച് എവിടെ വരുന്നത്. കാരണം 2 പേരുടെ റാങ്കാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ ഇത്രയും ചാടിപ്പോയി,
അങ്ങനെയാണെങ്കിൽ അടുത്ത ആളും ആ ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെയായിരിക്കും മുമ്പിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ എഴുതി വെക്കേണ്ടത്? അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? രണ്ട് പേരുടെ റാങ്കും തന്നിട്ടുണ്ട്, ഒരാൾ ഇൻ്റർചേഞ്ച് ചെയ്ത് എവിടെയോട്ടോ പോയി. അങ്ങനെയാണെങ്കിൽ അടുത്ത ആൾ എത്ര ഇൻ്റർചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ആളുടെ പൊസിഷൻ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. നോക്കൂ, ഇത്രയും ചെയ്തതാണ് ഇപ്പം മിസ് ഒരു സ്റ്റെപ്പിൽ പറഞ്ഞു തന്നത് കേട്ടോ. കണ്ടോ, എക്സൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നത്. അതൊന്ന് നോക്കൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മതിയാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സെയിം ക്വസ്റ്റ്യൻ അല്ല. ഇപ്പം നമ്മൾ ചെയ്തത് ഇൻ്റർചേഞ്ച് ചെയ്യുവാണെങ്കിൽ അക്ഷയുടെ പൊസിഷനായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആണെന്ന് തോന്നുന്നല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഏത് കളർ എടുക്കും? ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. നോക്കൂ, സുമൻ ആൻഡ് അക്ഷയ് ആർ സ്റ്റാൻഡിങ് ഇൻ എ റോ ഓഫ് പേഴ്സൺ. സുമൻ്റെ 15ാമതാണ് സുമൻ നിൽക്കുന്നത് ലെഫ്റ്റിൽ നിന്ന്. അക്ഷയ് എന്ന് പറയുന്നത് 23ാമതാണ് നിൽക്കുന്നത്. ഓക്കെ, ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദർ പൊസിഷൻ, സുമൻ എന്ന് പറയുന്നത് 28ലേക്ക് പോയി, നേരത്തെ പോലെ തന്നെ 28ലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്നാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ബിറ്റ്വീൻ സുമൻ ആയിരിക്കും കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അതായത് സുമൻ പോയത് ഇപ്പം 28ാമത്തെ റാങ്കിലേക്കാണ്. സുമൻ്റെ നേരത്തെ റാങ്ക് 15ആയിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര ചാടിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? എത്ര ചേഞ്ച് അവിടെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 13ാമത്തെ റാങ്ക് ഓർ പൊസിഷൻ വെച്ചിട്ടാണിത് ചേഞ്ച് വന്നത് സുമന്. അങ്ങനെയാണെങ്കിൽ സുമന് ബിറ്റ്വീൻ എത്ര ആൾക്കാരുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമടാ? സുമന് ബിറ്റ്വീൻ എത്ര ആൾക്കാരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോഴത്തെ സുമൻ്റെ റാങ്ക് -1 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 12. മനസ്സിലായോ? ഇത് നോക്കി, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചേഞ്ച് ചെയ്തേക്ക്. എന്താണ്? അങ്ങനെയാണെങ്കിൽ ബിറ്റ്വീൻ സുമന് ബിറ്റ്വീൻ എത്ര നമ്പർ ഓഫ് ആൾക്കാരുണ്ടെന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. അതായത് നേരത്തെ എത്ര റാങ്കിലേക്കാണ് അവൻ പോയത്, നേരത്തെ ഓൻ എത്ര റാങ്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ഡിഫറൻസ് എടുത്തു. ഇനിയും അങ്ങനെ, അപ്പോൾ 13. അപ്പോൾ അതായത് ഓൻ 28ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ 13 റാങ്ക് അല്ലെങ്കിൽ 13 പൊസിഷൻ വെച്ചിട്ടാണ് ഓന് ചേഞ്ച് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പം എത്ര വെച്ചിട്ടാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്, അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 12. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് വെച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത ഇതിൽ പറയാം കേട്ടോ. ഏതായാലും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി അടുത്തത് അതിൻ്റെ ആൻസറാണ് എഴുതിയേക്കണത്. ഇനി ഇത് നോക്കിക്കേടാ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ നമുക്കൊരു റൂളും കൂടെ പഠിച്ചിട്ട് നിർത്താം കേട്ടോ. ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഒരു റൂളാണ്. ഇൻ എ റോ പൊസിഷൻ ഓഫ് ആദിത്യ, ഒരു റോ പൊസിഷൻ ഓഫ് ആദിത്യ ഫ്രം ലെഫ്റ്റ്. ആദിത്യയുടെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് തന്നിട്ടുണ്ട്, 11th പൊസിഷനാണ്. ആൻഡ് പൊസിഷൻ ഓഫ് കമൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് റൈറ്റ് എൻഡിൽ നിന്ന് 25th റാങ്കാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ റോ, ഈ റോയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമാണല്ലോ അല്ലേ? നമ്മൾ നോർമലായിട്ട് ഒരാൾ പോകും, ടോട്ടൽ ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് റാങ്ക് പ്ലസ് റൈറ്റ് റാങ്ക് -1. ആദ്യം പഠിച്ച കൺസെപ്റ്റ് ഇല്ലേ? പക്ഷേ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉത്തരം എന്ന് പറയുന്നത് നോട്ട് ഡിറ്റർമിൻഡ് എന്നാണ്. ക്വസ്റ്റ്യൻ ഓപ്ഷൻ പലതും കാണും കേട്ടോ. ചിലപ്പം ഈ രീതി ചെയ്ത് വെച്ചിട്ടുള്ള ആൻസറും കാണും ഓപ്ഷനിൽ നമ്മളെ തെറ്റിക്കാൻ. പിന്നെ നോട്ട് ഡിറ്റർമിനഡ് എന്നും കാണും. എന്താ ഇത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തതെന്നറിയോ? ക്വസ്റ്റ്യൻ മിസ് കുറേ നേരം കൊണ്ട് പറയുന്നില്ലേ,
ഇൻഡിവിജ്വൽ എന്ന്, അല്ലെങ്കിൽ സോനൽ. നേരത്തെ സോനലിൻ്റെ കാര്യമായിരുന്നു. ഒരു റോയിൽ സോനൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ലെഫ്റ്റിലെ റാങ്കും റൈറ്റിലെ റാങ്കും തന്നിട്ട് ആയിരുന്നു നമ്മളോട് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ബിറ്റ്വീനും അല്ലാതെയൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെയാണോ പറഞ്ഞേക്കണത്? ഇവിടെ 2 പേരെ തന്നേക്കുവാണ്, ആദിത്യയും അതുപോലെ തന്നെ വേറെ ആരാടാ, കമൽ അല്ലേ, കമലിനെയും തന്നേക്കുവാണ്. അപ്പോൾ ഒരു റോ ഉണ്ട്, അതിൽ ആദ്യത്തെ 11ാമത്, കമൽ 25ാമത്. എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് റോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല, നമ്മുടെ കൺസെപ്റ്റ് വെച്ച് പറ്റത്തില്ല, കാരണം ഇവർ രണ്ട് പേരാണ്. ഇനി നമ്മളോട് പറയാണ് ആദിത്യയും കമലും ആർ ഇൻ ദ സെയിം പൊസിഷൻ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആ കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. സെയിം പൊസിഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ലോജിക്കലി ചിന്തിച്ചാൽ സെയിം പൊസിഷൻ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരാളെന്നാണ് അർത്ഥം. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. ദേ ആർ ഇൻ ദ സെയിം പൊസിഷൻ ഓഫ് ദ റോ ആൻഡ് ഡിഫറെൻറ്റ് റാങ്ക് തന്നാൽ നമുക്ക് ആദ്യത്തെ കൺസെപ്റ്റ് വെച്ച് ചെയ്യാം. പക്ഷേ ഇവർ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻസോ ഇവർ തമ്മിൽ ഒരു റിലേഷനോ തരാത്ത സ്ഥിതിക്ക് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ആദ്യത്തെ ഒരാൾ കമൽ വേറെ ആരോ, അവർ രണ്ടുപേരും ഒരു റോയുടെ എവിടെയൊക്കെയോ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റത്തേ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് പറയണം ഇവർക്കിടയിൽ ഇത്ര പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് എല്ലാത്തിനെയും ആഡ് ചെയ്താൽ മതിയാകും. മനസ്സിലായോ? അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു റൂൾ മിസ് കാണിക്കാം, മനസ്സിലായില്ലെങ്കിൽ കാണിക്കാം. നോക്ക്, ഡിറ്റർമിൻഡ് ആണ്. നോക്കിയേ, ഈ റൂള് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് 2 ഡിഫറെൻറ്റ് പേഴ്സൺസ് ആർ ഇൻ എ റോ, 2 കുട്ടികൾ, ഇപ്പോൾ മിസ് പറയാണ് സോനലും അക്ഷയും 2 ഡിഫറെൻറ്റ് കുട്ടികളാണ് അവരല്ലേ. അപ്പോൾ അവർ 2 പേഴ്സൺസും ഒരു റോയിൽ നിൽക്കുവാണെങ്കിൽ യു ആർ ഓൺലി ഗിവൺ 1 പേഴ്സൺസ് പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് അനദർ. ഓക്കെ, ഇങ്ങനെ തന്നാൽ യു കാൺഡ് ഡിറ്റർമിൻ ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ റോ. ആ റോയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അത് കൺസിഡർ ചെയ്യണ്ട കേട്ടോ. ഇത് നോക്കൂ, അൺലെസ്, എപ്പം ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല, അൺലെസ് ഗിവിങ് ദീസ് ഇൻഫോർമേഷൻ, ഈ ഇൻഫോർമേഷൻ തരുവാണെങ്കിൽ പറ്റും. ദേ ആർ സ്റ്റാൻഡിങ് അറ്റ് ദ സെയിം പൊസിഷൻ. നമ്മളോട് പറയാണ് സോനൽ ആൻഡ് അക്ഷയ് ആർ സ്റ്റാൻഡിങ് ഇൻ ദ സെയിം പൊസിഷൻ ഓഫ് എ റോ. സോനലിൻ്റെ റാങ്ക് ഇത്ര, അക്ഷയുടെ റാങ്ക് ഇത്ര. ഇപ്പോൾ സോനലിൻ്റെ 20, അക്ഷയുടെ 30 ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ആദ്യത്തെ കൺസെപ്റ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഇങ്ങനൊരു കാര്യം കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ ഡിറ്റർമിൻഡ് ആയിരിക്കും. ഇനി ദേ ആർ സർട്ടൺ നമ്പർ ഓഫ് പീപ്പിൾ ബിറ്റ്വീൻ ദം, അതായത് ഈ സോനലിൻ്റെ അക്ഷയുടെ ഇടയ്ക്ക് ഇത്രയും ആൾക്കാരുണ്ട്. ഇപ്പോൾ 4 പേരുണ്ട്. സോനലിൻ്റെ റാങ്ക് 20 അക്ഷയുടെ റാങ്ക് 24 ഇവർക്കിടയിൽ 4 പേരുണ്ടെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ ടോട്ടൽ കണ്ടുപിടിക്കാൻ. ആ സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് ഇടയിൽ എത്ര പേരുണ്ടെന്നോ, ഒന്നെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഇടയിൽ ഇത്ര പേരുണ്ടെന്ന് പറയണം. 2 ഡിഫറെൻറ്റ് റാങ്ക് ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവർ 2 പേർക്കും വേറെ റാങ്ക് തന്നിട്ട് ഇവർ 2 പേരും സെയിം പൊസിഷനിലാണ് കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ചെയ്യാൻ പറ്റും. അതർവൈസ് ചെയ്യാൻ പറ്റില്ല. വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. റിയ ഈസ് ലെഫ്റ്റ് 12th ഫ്രം ലെഫ്റ്റ്, 12th കരൺ എന്ന് പറയുന്നത് 18th റൈറ്റിൽ നിന്ന്. ഇഫ് സ്റ്റാൻഡിങ് അറ്റ് സെയിം പൊസിഷനിലാണ് ഇവർ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെടാ. സെയിം പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് എണ്ണി പോകുമ്പം 12ാമത് റിയ, ഇവിടെ നിന്ന് എണ്ണി പോകുമ്പം 18ാമത് കരൺ. ഇവർ സെയിം, അതായത് ഈ ലെഫ്റ്റിൽ നിന്ന് എണ്ണി വരുമ്പോഴുള്ള പൊസിഷനിൽ തന്നെ, റൈറ്റിൽ നിന്ന് എണ്ണി വരുമ്പോഴുള്ള പൊസിഷനിൽ തന്നെ ഇവർ നിൽക്കുന്നേ. അത്രയൊന്നും ആലോചിക്കേണ്ട. സ്റ്റാൻഡിങ് അറ്റ് സെയിം പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് പറഞ്ഞിട്ടില്ല. റിയ ഈസ് 12th ഫ്രം ലെഫ്റ്റ് എന്നും കരൺ ഈസ് 8th ഫ്രം റൈറ്റും ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ആണെങ്കിൽ നോട്ട് ഡിറ്റർമൈൻ. ഇഫ് സ്റ്റാൻഡിങ് അറ്റ് യു ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്. ഓക്കെ, ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, ദെൻ സോ ആ സെയിം തന്നെ പറഞ്ഞേക്കണത്. ഇനി നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ഇനിയും നമ്മൾ നോക്കൂ. ഇൻ എ റോ പൊസിഷൻ ഓഫ് ആദിത്യ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 11th പൊസിഷൻ Aditya, and Kamal is in 25th position is Kamal. Then what is the total number of students in a row? You can't able to find it because എന്താണ് റിലേഷൻ ഒന്നും തന്നെ ഗിവൺ അല്ല. ഇവർ തമ്മിൽ സെയിം പൊസിഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇവർക്ക് 2 പേർക്ക് ഇടയിൽ എത്ര നമ്പർ ഓഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സോ we can't able to find out the answer, or we can't able to find out the total number of people in that row. Okay, I hope it is clear. ഇത്രയേ ഉള്ളൂ.
ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളുള്ള ക്വസ്റ്റ്യൻ. ഇനിയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടോ, എന്നാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സെപ്പറേറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് എഴുതി വെക്കുക. അപ്പോൾ അതായത് 2 റാങ്ക് തന്ന് നടുക്കുള്ള ആളെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ 2 റാങ്ക് തന്നിട്ട് അത് അല്ലെങ്കിൽ 1 റാങ്ക് തന്ന് ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ തന്നിട്ട് അടുത്ത റാങ്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇങ്ങനെ. ഇനി ഒരാളുടെ തന്നെ കാര്യം പറഞ്ഞിട്ട് 2 പേര് വന്നു, അങ്ങനെയാണെങ്കിൽ ഒരാളുടെ റാങ്ക് പോയി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവൻ ഏത് റാങ്കിലാണെന്ന് ചോദിച്ചാൽ ആ രീതിയിൽ. അങ്ങനെ ഇപ്പോൾ 2 പേരുടെ റാങ്ക് തന്നു, ഒരാൾ ഇൻ്റർചേഞ്ച് ചെയ്ത് വേറൊരു വഴിക്ക് പോയി, എന്നാൽ അടുത്ത ആളുടെ റാങ്ക് മാറുമ്പോൾ എങ്ങനെ. അപ്പോൾ അതെല്ലാം എഴുതി വെച്ച് ചെറിയ നോട്ടാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജനറൽ പേപ്പറിന് അധികം സമയം കളയണ്ട, എന്നാൽ സമയം കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് വെച്ചിട്ട് വേണമെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ചാനൽ നോക്കണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ChatGPTയോട് ചോദിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അധികം ടൈം എടുക്കാതെ ഏതെങ്കിലും എല്ലാ ദിവസവും കുറച്ച് സമയം മാത്രം ജനറൽ പേപ്പറിന് പഠിച്ച് വെക്കുക. ഏത് വീഡിയോ കണ്ടാലും ആ വീഡിയോയുടെ കൂടെ തന്നെ പഠിച്ച് മനസ്സിലാക്കി അപ്പം തന്നെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ റാങ്കിങ് ആൻഡ് ഓർഡറിങ്ങിൻ്റെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് 2 പാർട്ട് ചിലപ്പോൾ ഇടുമായിരിക്കും കേട്ടോ. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ വേറെ ഒരു ടോപ്പിക്കും കൂടെ ഇടും. പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ റിജിഡ് ബോഡി ഡൈനാമിക്സ് തുടങ്ങും. ലഗ്രാഞ്ചിൻ്റെ ഹാമിൽട്ടണിൻ്റെയൊക്കെ പ്രോബ്ലം കുറച്ചുണ്ട്, അത് പെൻഡിങ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. സ്മോൾ ഓസിലേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അത് റിജിഡ് ബോഡിയുടെ കൂടെ അത് റിജിഡ് ബോഡി എന്ന് പറയുന്ന ഒരു ഫ്രഷ് ടോപ്പിക്ക് തുടങ്ങാം നാളെ. അങ്ങനെ ഓക്കെ, താങ്ക് യു.